ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ നമുക്ക് എൻസൈം കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, പിന്നെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pH, ഇൻഹിബിറ്റേഴ്സ്, പിന്നെ ആക്ടിവേറ്റേഴ്സ്. ഇത്രയും ഫാക്ടേഴ്സാണ് എൻസൈം ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എൻസൈം കോൺസെൻട്രേഷൻ. അപ്പോൾ എൻസൈം കോൺസെൻട്രേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ട് പറയാനൊന്നുമില്ല. വി, അതായത് റേറ്റ് ഓഫ് എൻസൈം ആക്ടിവിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് വരുന്നത്, അപ്പോൾ ഇതിന് നമുക്കൊരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ വൈ ആക്സിസിൽ റേറ്റ് ഓഫ് റിയാക്ഷനും എക്സ് ആക്സിസിൽ എൻസൈം കോൺസെൻട്രേഷനുമാണ് കൊടുത്തേക്കുന്നത്. ഒരു ലീനിയർ ഗ്രാഫ്. എൻസൈം കോൺസെൻട്രേഷനെ പറ്റി ഇത്രയേ ഉള്ളൂ. ഇനി വരുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. നമുക്ക് ആദ്യം ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ ഗ്രാഫ്. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഗ്രാഫിൽ ഞാനിവിടെ ഹാഫ് ഓഫ് വി മാക്സും വി മാക്സും പിന്നെ കെ എം എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാഫ് ഓഫ് വി മാക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഈ ഹാഫ് ഓഫ് വി മാക്സ് വരെയുള്ള റിയാക്ഷനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് വി ഇസ് ഡിപ്പെൻഡന്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. കാരണം അവിടെ നമുക്ക് ഒരു ലീനിയർ ഗ്രാഫ് കിട്ടും. അതേപോലെ തന്നെ വി മാക്സ്, അതായത് സെക്കൻഡ് ഹാഫ് ഓഫ് വി മാക്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. ഇവിടെ വി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. കാരണം ഇനി നമ്മൾ എത്ര കൂട്ടിയാലും വി മാക്സിൽ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം അത് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാം എൻസൈം മോളിക്യൂൾസും സബ്സ്ട്രേറ്റ് ബൗണ്ട് ആണ്. അപ്പോൾ ഇനിയും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു എന്നും പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ വി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. പിന്നെ കെ എം എന്ന് പറയുന്ന വാല്യൂ, കെ എം ഈസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹാഫ് ഓഫ് വി മാക്സ്. അതായത് 50% എൻസൈം മോളിക്യൂൾസിനെ സബ്സ്ട്രേറ്റ് ബൗണ്ട് ആക്കാൻ വേണ്ടിയുള്ള കോൺസെൻട്രേഷനാണ് കെ എം എന്ന് പറയുന്ന വാല്യൂ. അപ്പം അത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെഫിനിഷനായിട്ടും അങ്ങനെ തന്നെ എഴുതാം. കെ എം ഡിനോട്ട്സ് ദാറ്റ് 50% ഓഫ് എൻസൈം മോളിക്യൂൾസ് ആർ ബൗണ്ട് ടു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. പിന്നെ കെ എമ്മിന് വേറൊരു ഫംഗ്ഷൻ കൂടുണ്ട്. കെ എം ഓൾസോ ഡിനോട്ട്സ് the affinity of an enzyme for substrate. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈം, അതിൻ്റെ കെ എം വാല്യൂ എന്ന് പറയുന്നത് 0.05 മില്ലിമോളാർ പെർ ലിറ്റർ എന്നാണ്. അതേപോലെ തന്നെ ഗ്ലൂക്കോകൈനേസ്, അതിൻ്റെ കെ എം വാല്യൂ 10 മില്ലിമോളാർ പെർ ലിറ്റർ എന്നാണ്. കെ എം വാല്യൂ ലെസ്സർ ആകുമ്പോൾ it means that it has more affinity for substrate. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, രണ്ട് എൻസൈമും അതിൻ്റെ കെ എം വാല്യൂ തന്നിട്ട് ഇതിൽ ഏതിനാണ് കൂടുതൽ സബ്സ്ട്രേറ്റ് അഫിനിറ്റി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ഹെക്സോകൈനേസിനാണ് കൂടുതലും സബ്സ്ട്രേറ്റ് അഫിനിറ്റി ഉള്ളത്.
ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ കുറിച്ച് പറയാം. ഇത് കഴിഞ്ഞുള്ളതാണ് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് കോൺസെൻട്രേഷനും സിമ്പിളാണ്. When product concentration is high, reaction may slow down, stop, or even reverse. അത്രേ ഉള്ളൂ. ജസ്റ്റ് വൺ സിംഗിൾ ലൈൻ. അതിന് പ്രത്യേകിച്ച് ഗ്രാഫും വരയ്ക്കാനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ്. ഇത് നമുക്കൊരു ബെൽ ഷേപ്ഡ് കർവ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഗ്രാഫിനെ വിളിക്കുന്നതാണ് ബെൽ ഷേപ്ഡ് കർവ്. പിന്നെ നമുക്കിവിടെ ഹ്യൂമൻസിൻ്റെ കേസിൽ most enzymes have an optimum temperature of 37 degrees Celsius. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എൻസൈം ആക്ടിവിറ്റി പീക്ക് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിൽ. ബാക്കി ഇപ്പം വേറെ ഏതെങ്കിലും തെർമോഫൈൽസോ അങ്ങനത്തെ എന്തെങ്കിലും ഓർഗാനിസം ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടും. ലൈക്ക് ഒരു 40-45 റേഞ്ച് പോകും. അപ്പോൾ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ഇഫക്റ്റ് ഓഫ് പി എച്ച്. ഇതും ഓൾമോസ്റ്റ് സിമിലർ രീതിയിലാണ് പോകുന്നത്. ഇഫക്റ്റ് ഓഫ് പി എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ സെയിം വെൽ ഷേപ്ഡ് കർവ് തന്നെ കിട്ടുന്നത്, പക്ഷേ അത് വേരി ചെയ്യാം ഓരോ എൻസൈം അനുസരിച്ച്. അപ്പോൾ ഓരോ എൻസൈം അനുസരിച്ച് അവരുടെ ഡിഫറെൻറ്റ് പി എച്ചിലുള്ള ഒരു ആക്ടിവിറ്റി വേരി ചെയ്യുമ്പോൾ പെപ്സിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലോ പി എച്ചിലാണ്, അസിഡിക് പി എച്ച്. ഇതിലാണ് അവർ ഒപ്റ്റിമം ആക്ടിവിറ്റി തരുന്നത്. അതേപോലെ തന്നെ അമൈലേസിൻ്റെ കേസിൽ അവർ ഓൾമോസ്റ്റ് 7 ആണ്. അല്ലെങ്കിൽ പിന്നെ ആർജിനേസ്, ALP ഇവരൊക്കെയാണ് കുറച്ചുകൂടെ ആൽക്കലൈൻ പി എച്ചിലാണ് ഒപ്റ്റിമം ആക്ടിവിറ്റി തരുന്നത്. അപ്പോൾ എഫക്റ്റ് ഓഫ് പി എച്ചിനെ കുറിച്ച് പറയാനാണെങ്കിലും ഇത്രയേ ഉള്ളൂ. ഗ്രാഫ് വളരെ സിമ്പിളാണ്. ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് വരയ്ക്കുക. അതിപ്പം ഞാനിങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി റഫായിട്ട് വരയ്ക്കുന്നത്. സോ ഇന്ന് പറഞ്ഞതിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. അതിൽ എൻസൈം കോൺസെൻട്രേഷൻ ഉണ്ട്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്, പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ, pH, ഇൻഹിബിറ്റേഴ്സ്, ആക്ടിവേറ്റേഴ്സ്, ഇതെല്ലാമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. അപ്പോൾ ആദ്യം പറഞ്ഞത് എൻസൈം കോൺസെൻട്രേഷൻ. എൻസൈം കോൺസെൻട്രേഷൻ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ളതൊന്നുമില്ല. ജസ്റ്റ് വെലോസിറ്റി, അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലീനിയർ ഗ്രാഫ് കിട്ടും. ഗ്രാഫ് വരയ്ക്കുന്നത് മറക്കരുത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫേസ്, അതായത് ഹാഫ് ഓഫ് വിമാക്സ് ഫോം എത്തുന്നത് വരെ നമുക്കൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് അതിനെ പറയാം. അവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. കാരണം അവിടെ നമുക്കൊരു ഒരു പാർട്ട് എന്ന് പറയുന്ന ഒരു ലീനിയർ ഗ്രാഫ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ പറയാം. അത് കഴിഞ്ഞുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. കാരണം നമ്മുടെ എൻസൈം മോളിക്യൂൾസ് എല്ലാം സബ്സ്ട്രേറ്റ് ബൗണ്ട് ആണ്. അപ്പോൾ ഇനിയും സബ്സ്ട്രേറ്റ് കൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടെ നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ സ്ലോ ചെയ്യും. പിന്നെ നമ്മൾ KM കുറിച്ച് പറഞ്ഞു. KM എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹാഫ് ഓഫ് Vmax. അഥവാ KM denotes that 50% of the enzyme molecules are substrate bound. അങ്ങനെയും പറയാം. പിന്നെ വേറൊരു കാര്യം കൊണ്ട് KM ഓൾസോ denotes the affinity of an enzyme for substrate. അവിടെ എക്സാമ്പിൾ ആയിട്ട് ഹെക്സോകൈനേസും ഗ്ലൂക്കോകൈനേസും ആണ് പറഞ്ഞിട്ടുള്ളത്. ഹെക്സോകൈനേസിലേക്ക് വരുമ്പം ഹെക്സോകൈനേസിന്റെ KM എന്ന് പറയുന്നത് 0.05 മില്ലിമോളാർ പെർ ലിറ്റർ ആണ്. ഗ്ലൂക്കോകൈനേസിന്റെ KM എന്ന് പറയുമ്പം 10 മില്ലിമോളാർ പെർ ലിറ്റർ ആണ്. അപ്പം KM വാല്യൂ കുറയുന്നതിനനുസരിച്ച് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റി ഒരു എൻസൈമിന് കൂടും. അപ്പോൾ ഇവിടെ ഹെക്സോകൈനേസിനാണ് ബെറ്റർ അഫിനിറ്റി ടുവേർഡ്സ് ദ സബ്സ്ട്രേറ്റ്. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ. ഇത് ഒരു ലൈനിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. വെൻ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, റിയാക്ഷൻ മേ സ്ലോ ഡൗൺ, സ്റ്റോപ്പ് ഓർ ഈവൻ റിവേഴ്സ്. എൻസൈം ആക്ടിവിറ്റി അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാം.
നെക്സ്റ്റ് വരുന്നത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമുക്കൊരു ബെൽ ഷേപ്ഡ് കർവ് ആണ് കിട്ടുന്നത്. ഫോർ ഹ്യൂമൻസ് യൂഷ്വലി ദി ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് 37 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് ഹ്യൂമൻസിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫൻ ഞാനിവിടെ വരച്ചേക്കുന്നത്. അപ്പം ആക്ടിവിറ്റി പീക്ക് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പം ഇനി അടുത്തത് ഇഫക്റ്റ് ഓഫ് പി എച്ച്. ഇഫക്റ്റ് ഓഫ് പി എച്ച് നമുക്ക് പല എൻസൈമിന് പല രീതിയിൽ ആക്ടിവിറ്റി കാണിക്കും. കാരണം പെപ്സിൻ ഇപ്പം അങ്ങനത്തെ എൻസൈം ഒക്കെ ആണെങ്കിൽ അത് യൂഷ്വലി ഒരു അസിഡിക് പി എച്ചിലാണ് ഒപ്റ്റിമം ആക്ടിവിറ്റി തരുന്നത്. അതേപോലെ തന്നെ അമൈലേസ് ആണെങ്കിൽ അതൊരു 7 പി എച്ചിലാണ് ഒപ്റ്റിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആർജിനൈസ് അല്ലെ ALP അവർ കുറച്ചുകൂടെ ആൽക്കലൈൻ പി എച്ചിലാണ് ഐഡിയൽ ആക്ടിവിറ്റി തരുന്നത്. അപ്പോൾ തൽക്കാലം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമ്മൾ ആദ്യം എൻസൈം കോൺസെൻട്രേഷൻ പറഞ്ഞു, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പറഞ്ഞു, പിന്നെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ പറഞ്ഞു, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ഇഫക്റ്റ് ഓഫ് പി എച്ച്. ഇൻഹിബിറ്റേഴ്സും ആക്ടിവേറ്റേഴ്സും. ഇൻഹിബിറ്റേഴ്സ് കുറച്ചധികം പറയാനുണ്ട്. അതുകൊണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് കുറച്ച് ഡീറ്റെയിലിൽ പറയാം. ആക്ടിവേറ്റേഴ്സ് ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ അതും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു പോവാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഹിബിഷൻ, അതായത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റീറ്റീവ്, അൺകോമ്പറ്റീറ്റീവ്, സൂയിസൈഡ് ഇൻഹിബിഷൻ, പിന്നെ അതേപോലെ തന്നെ ആക്ടിവേറ്റേഴ്സിനെ കുറിച്ചും പറയുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.